കള്ളി പയ്യി ചൊരത്താതെ പിടിച്ചു വെച്ചിരിക്കുക. കണ്ടോ, ഒരു തുള്ളി പോലും കിട്ടില്ല. അറിയാത്ത ജോലിക്ക് നിൽക്കാണ്ട പാത്രം ഇങ്ങോട്ട് കൊടുക്കൂ. ലീല കറക്കട്ടെ. മുത്തശ്ശ, ഒന്ന് ശക്തിയിൽ പിടിക്കേ. ശക്തിയിൽ പിടിച്ചിരിക്കണ അനങ്ങല്ലേ പശു. അയ്യോ, ഈ മുത്തശ്ശൻ ശക്തിയിൽ പിടിക്കാൻ പറഞ്ഞാൽ കേക്കില്ല. ഒന്ന് പിടിക്കൂ. നന്നായേ ഉള്ളൂ. പശുവിനെ കറക്കാൻ എടുത്ത് 5 ഉണ്ട്. ഇങ്ങോട്ട് തരൂ. വേണ്ട, ഇന്ന് ഇത്ര മതി. നമുക്ക് തരാതെ അവിടെ മോന് കൊടുത്തോട്ടെ ബാക്കി. അയ്യേ, വാ വാ. ഇരുന്നാഴി ഉണ്ടാവും കുട്ടിമോളൂമ്മേ. ഇന്ന് പയ്യനെ കറന്ന അമ്മുവാ. കുറച്ചേ കിട്ടുള്ളൂ പാല്. ഉള്ളത് തായോ? എന്താന്ന് വിരുന്നുകാരുണ്ടോ കുട്ടികളമ്മേ? ഇല്ല, പശുമ്പാലിന് ഒരു മരുന്ന് കഴിക്കണ്ട. അവിടെ വീട്ടില് പാക്കറ്റ് പാലാ. ഓ, ആർക്കാ സുഖമില്ലായ്മ? സുധാരന് വൈത്തിരിച്ചിലും വിളിച്ചിട്ടിലും ഇന്നലെ രാവ് ഉറങ്ങിയിട്ടില്ലേ? അതെ, പെൺകുട്ടികളുടെ ശാപാ. ഇവരുടെ മുറ്റത്ത് എത്ര പൂക്കളെന്നറിയോ? ഒരെണ്ണം ചോദിച്ചാ തരുവോ? ഭയങ്കര ആളുകള്. അതാണോ? പൂക്കളാന്ന് വെച്ചാ അവന് ജീവനാ. പോടാ ചോദിക്കാ, എന്താ ഒരു പൂ തരുവോ? പൂവോ? ഇവിടെ പോവൊന്നുമില്ല. പിന്നെ ആ പൂത്തേക്കുള്ള പേരെന്താ? അതിന്റെ പേര് കുന്തം. പോടാ, ഒരെണ്ണ മുറ്റത്ത് കയറി പോരുത്. പോടാ, പുറത്തേക്ക് പോടാ, അല്ലെ നായനോട്ട് കടുപ്പിക്കും ഞാൻ. സന്തതികള്. എന്താ സുഹാരം നേരെ രാവിലെ കുട്ടികളുമായിട്ട് യുദ്ധം? യുദ്ധാണെങ്കിൽ എത്ര ഈസിയാ. പക്ഷെ ഇവറ്റുള്ള കൊണ്ട് വലഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇത്ര ഉള്ളൊരു ചിഹ്നം ഇന്ന ഞൊണ്ടിക്കാലം. തല്ലും തമ്മാടുത്ത് ഉണ്ടാക്കിയതല്ല, രാജ്യത്തിന് വേണ്ടി കൊടുത്ത കാല. ഇവറ്റുള്ള കഥറിയോ? ആ പിള്ളേരല്ലേ സുഹാരം നേരെ? ഈ പിള്ളേരാണ് നാളത്തെ പൗരന്മാര്. സ്വന്തം നാടിനോട് സ്നേഹം ഉണ്ടാവണം. എന്നാ പട്ടാളക്കാരൻ നിഷ്കില്ല. മേനമിട്ടോളൂ. അതാ വരണോ. പറഞ്ഞിട്ടെന്താ കാര്യം? വെറുതെ ആണോ രാജ്യം നന്നാമത്തെ? ഇവറ്റങ്ങളൊക്കെ വളർന്നു വരുമ്പോ ലോകം വെച്ചേക്കോ? വെറുതെ പിള്ളേരോട് വഴക്കൂടാൻ നിക്കണോ? ഒരു പൂ ചോദിച്ചാ കൊടുത്തൂടെ ആൾക്ക്? എന്താ ഇവിടെ പൂക്കച്ചറുണ്ടോ? ലോകത്ത് ഇവിടെ മാത്രമേ പൂവുള്ളൂ. പറ്റിയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ നട്ട് നനച്ച് വളർത്തി ഉണ്ടാക്കി കൊടുത്തൂടെ? ബാക്കിയുള്ളവർ കഷ്ടപ്പെട്ടുണ്ടാക്കണതേ ബാക്കിയുള്ളവർക്ക് കാണാനാ. പിള്ളേരല്ലേടാ. പിള്ളേരോ? ആസുരവിത്തുക്കളാ പിള്ളേര്. നല്ല അടിയാ കൊടുക്കേണ്ടത്. വള്ളിച്ചൂരിൽ കൊണ്ട് നല്ല ചുട്ട അടി. എന്താ അതിൽ അരച്ച് കലക്കിയേക്കണേ? വിഷമല്ല, ഒറ്റ വലിക്കാൻ അങ്ങോട്ട് കുടിച്ചോ. 3 ദിവസം അടുപ്പിച്ച് കുടിച്ചാലുണ്ടല്ലോ പിന്നെ എരിച്ചിലും വിഷമം ഒന്നും ഉണ്ടാവില്ല. ഇത് മാറാൻ തെക്കോർത്ത് പട്ടട വയ്ക്കണം. പോടാ അവിടുന്ന്. രാവിലെ തന്നെ പറയാൻ കണ്ടല്ലോ സ്ഥാനം. ഇന്ന് കൈ മുറിക്കും. അമ്മ ടി വി കണ്ടോളൂ, ഞാൻ അറിഞ്ഞോളാം. ഏയ് വേണ്ട, ഞാൻ വെറുതെ നോക്കണൂന്നേ ഉള്ളൂ. അത് മതിയല്ലോ. രണ്ടാൾക്ക് കൂട്ടാൻ ഒരു പറവണോ? ഈ പാത്രത്തേക്ക് വാരിയിട്. ഈ അമ്മയുടെ ടി വി ഭ്രാന്ത്. 24 മണിക്കൂർ നേരം ടി വി എന്നെ ടി വി കണ്ടു കഴിക്കില്ല അമ്മയ്ക്ക്. അമ്മ ഈ പരിപ്പിൽ ഉപ്പിട്ടോ? ഞാൻ ഇട്ടിട്ടില്ല. അമ്മ അത് കഴുകി അടുപ്പത്തേക്കിട്ടെ. ഓ ആ, നീ പോയി കുളിച്ചിട്ട് വാ, ഞാൻ തറയടിക്കാം. ഏമായി. എന്നിട്ട് വേണം രാത്രി നടുവേന കാലുവേന എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ. ഏയ് നീ ആ ചൂലിങ്ങിടുതാ. അമ്മ പറയണത് അങ്ങോട്ട് കേൾക്ക. ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. അവനവൻ ആവണത് ചെയ്താൽ പോരെ. അത് കഴുകി അടുപ്പത്തിട്ട് കുറച്ച് ചുവന്നുള്ളി എടുത്ത് അരിഞ്ഞു വെക്കാം കേട്ടോ. ഓ ഇറങ്ങ ഇറങ്ങ ഇറങ്ങ. ടിക്കറ്റ് തന്നെ. ആ ടിക്കറ്റ്. ഓ ടിക്കറ്റ് 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 പോയിതാ തോന്നുന്നത്. പോയോ? ആ നിങ്ങൾ പട്ടാമ്പിക്കല്ലേ ടിക്കറ്റ് എടുത്ത്? അതെ. അപ്പൊ പട്ടാമ്പി അല്ലത്? പട്ടാമ്പിയോ? പട്ടാമ്പി കഴിഞ്ഞിട്ട് 10 കിലോമീറ്റർ ആയി. അയ്യോ, ഇതിന്റെ ഏതാ സ്ഥലം? ഞാൻ ഒന്നും ഉറങ്ങിപ്പോയി.
ഇപ്പൊ എന്താ ഇനി ചെയ്യും? ഒന്നും ചെയ്യാനില്ല. ഒരു 2:30 ഇങ്ങോട്ട് തന്നെ. അത് കൊള്ളാം. എന്നെ ഇവിടെ കൂടെ ഇറക്കിയതും പോലെ പിന്നെ കാശും ചോദിക്കണോ? ഇത് എവിടുത്തെ ചായാടോ? എനിക്ക് തിരിച്ച് അങ്ങോട്ട് വേണ്ട കാശ് ഇങ്ങോട്ട് തരാൻ വേണ്ടേ? അത് താനെടുത്തോ ഫ്രീ ആയിട്ട്. എവിടുന്ന് വരുന്നു? താൻ കേറ്. എന്താ കുഞ്ഞിരാമേട്ട ഒരു ഇളി? ഒന്നുമില്ല, എന്റെ ഫേസ് കട്ട് കണ്ടിട്ട് തന്നെ. എന്നാലും നിങ്ങളുടെ മുതൽ അത്ര ചന്തല്ല എനിക്ക്. ആ ചിരി കണ്ടാ പോരെ, കാക്ക തേങ്ങാപ്പൂൾ എടുത്ത പോലെ ഉണ്ട്. എളുത്തല്ലേ മുത്തുകോഴി. ആ ഗോപാൽട്ടാ, ഈ വടം കുരങ്ങനും ഇവന്റെ ചക്കടാമേശനും ഈ കൊലായി എടുത്ത് മാറ്റാത്തിടത്തോളം കാലം ഈ പീഡ കുണം പിടിക്കൂലെന്ന് നിങ്ങളെ ചങ്ങാതിയോട് ഒന്ന് പറയണം. ആ, നല്ല നാടൻ കായാണല്ലോ. കട തുറന്നേ ഉള്ളൂ കുഞ്ഞിരാമ. കൈനീട്ടം വിറ്റോട്ടെ. ആ കയ്യിലിട്ട് മുടിച്ചോ ഒരു സിസ്റ്റർ വരൂ. നല്ല വർക്കത്തുള്ള കഴിഞ്ഞിട്ടാ ഇന്നത്തെ കച്ചവടം പൊടി പഠിക്കും. കുഞ്ഞിരാമ, ഓ അത് പോക്കറ്റിലിട്. എന്നിട്ട് തൽക്കാലം ഒരു ബീഡി വലിക്ക്. അതെ, അവൻ പറഞ്ഞേക്കണ്ട. നിങ്ങൾക്കറിയാലോ ഈ കൈ കൊണ്ട് നടത്തിയ കല്യാണങ്ങൾ ഒന്നും മോശമായിട്ടില്ല. അതുകൊണ്ടല്ല കുഞ്ഞിരാമ, ഈ കൈനീട്ടം ഐശ്വര്യമുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങരുതെന്നാ. കൈനീട്ടം അലവലാദികളുടെ കയ്യിൽ നിന്ന് വാങ്ങാവൂ. എന്നാ പിന്നെ ഇയാളുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണം. എന്താ ചാത്തുട്ടി? 100 വെളിച്ചെണ്ണ തന്നെ ഗോപാലേട്ടാ. പെങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എന്റെ വീട് മണം പറ്റിയാ. അത് ശരി, അങ്ങനെ തെറ്റേ. അല്ല അപ്പൊ ഇവിടെ ഇവിടെ ഭർത്താവിന്റെ വീടാ. ഉം. കണ്ട കല്യാണം കഴിഞ്ഞാന്ന് പറഞ്ഞാ വിശ്വസിക്കേ ഇല്ല. അല്ല പോകട്ടെ, നിങ്ങളെ ചങ്ങായിക്ക് ഇതുവരെ ഒന്നും ശരിയായില്ലേ? ഇല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണ് കിട്ടിയാ പോരല്ലോ അവന്. അത്ര എളുപ്പമല്ല സംഗതി. 3 കൊല്ലം ഞാൻ ഈ കേസും കൊണ്ട് നടന്നതുകൊണ്ട് പറയാ. ഞാൻ മാത്രല്ല, വേറെ ബ്രോക്കർമാരെ അടുത്ത് മൂപ്പര് ഫയലുണ്ടല്ലോ, പത്രത്തിലും കൊടുത്തു. എന്നിട്ട് എന്തായി? ഞങ്ങൾക്ക് യോജിച്ചതല്ലേ പറ്റൂ. ആളൊക്കുമ്പോ ജാതകം ചേരൂല, ജാതകം ചേരുമ്പോ പ്രായം ഒക്കൂല, പ്രായം ഒക്കുമ്പോ പൊക്കം പോരാ. എല്ലാം ഒത്തു കിട്ടണ്ടേ? ഞാൻ പറഞ്ഞതേ, ഗോപാല ഒന്ന് വേഗം എടുത്ത് വെച്ചേട്ടോ. ആ. ഞാൻ ഇപ്പൊ വരാം. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നേ ചില വിട്ടുവീഴ്ചകളൊക്കെ വേണം. പരിപ്പില്ല. കാഴ്ചക്ക് ക്യാമറ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രായോ 30 നമ്മളൊന്നും പറയാന്നല്ലാണ്ട് കാണുന്നവർക്ക് തോന്നണ്ടേ? പിന്നെ ബിസിനസ് കണ്ടിട്ട് ഈ കട കാണിച്ചു കൊടുക്കാൻ പറ്റൂ? അത് നാട്ടുകാർക്ക് കടം കൊടുത്ത് മുടിഞ്ഞതാ. ഇനി ഒരു 50 രൂപ മുടക്കിയാൽ നല്ല ബിസിനസ് കിട്ടും. ഒരാലോചനയൊക്കെ കൊണ്ടുവരുമ്പോ അവരിതൊക്കെ നോക്കൂല എന്റെ ഗോപാലേട്ട. പിന്നെ രാജ്യത്തിന് വേണ്ടി കൊടുത്താണെങ്കിലും കാലല്ലേ, പോയത് പോയില്ലേ. അതെ, ഇയാള് ചുമ്മാ ചണകുണ വർത്താനൊന്നും പറയണ്ട. ഇതാണ് ഞങ്ങളുടെ ചെക്കൻ. അവന്റെ നിലയ്ക്കും വിലയ്ക്കും യോജിച്ചുണ്ടെങ്കിൽ മതി. അല്ലാതെ എല്ലാം മുടക്കാച്ചെടുക്കും ചെലവാക്കാന്ന് വിചാരിക്കണ്ട. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആ, എവിടെ ആയിരുന്നു എത്ര നേരം? അല്ല ബസ് എടുത്ത് വെക്ക. ഇപ്പൊ പവൻമാറ്റ് കേസൊരെണ്ണം വന്നു വിട്ടിട്ടുണ്ട്. തന്റെ പവമാറ്റും തങ്കവും പോകുമ്പോഴൊക്കെ ഞാൻ കുറെ കണ്ടതാ. ഇത് അതൊന്നും അല്ലാന്ന്, ഒരു എമണ്ടം സാധനം നമ്മുടെ കൊന്ന പൂത്തിക്കുന്നുണ്ട്. അത് തന്നെ. 25 വയസ്സ് പ്രായം. SLC ബുക്ക് കാണിച്ചു തരും. ഒറ്റ മോള്, അച്ഛൻ മാത്രമേ ഉള്ളൂ. താൻ നമ്മുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞു. അതല്ല, വേറെ ഒരു രസമുണ്ട്. പെൺകുട്ടിയുടെ അച്ഛനും ഒരു എക്സ്പെൽറ്ററിയാ. അതാ. നമസ്കാരം. പറഞ്ഞു നാവെടുത്തില്ല. 100 ആയിസാ. 5 കിലോ അരി. ഇതെന്താ മൈൻഡ് ചെയ്യാതെ പോയത്? എന്നെ മനസ്സിലായില്ല തോന്നുന്നു. ഞാനൊന്ന് താനിപ്പോ അങ്ങോട്ട് പോകണ്ട. എന്തോ ഒരു ചൊറിച്ചിലുണ്ടായിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് തീപ്പെട്ടി എന്താ? ഇവിടെ ഇരുന്ന് തീപ്പെട്ടി. ഇവിടെ നിന്ന് തീപ്പെട്ടി എടുക്കുന്നത് 10,008 പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. രാവിലെ ഒരു വീഡിയോ എത്തിക്കാൻ. വീട് വലിക്കണമെങ്കിൽ തീപ്പെട്ടി കാശ് കൊടുത്ത് വാങ്ങിക്കണം. മേലാളി ഈ തീപ്പെട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഒറ്റ ചവിട്ടാ നീ നിന്റെ ആ പണ്ടാര ചക്രം കൂടെ റോട്ടമ കിടക്കും. ഒന്നിനും ഒരു ഡിസിപ്ലിൻ ഇല്ല. അതുകൊണ്ടാ നീങ്ങ നന്നാവത്തെ. ഡാ, എന്തിനും ഒരു ചിട്ട വേണം. അത് പട്ടാളത്തിന് മാത്രം ഉണ്ടായ പോരാ. വിളക്ക് വെച്ചില്ല. ആ, ചായ പറടാ. ഗോപാലേട്ടൻ വേണമെന്ന് ചോദിക്കേ. നീ ഒന്ന് പറഞ്ഞോ. ഇന്നലെ വയറിന് സുഖമില്ലാണ്ടായോ? അല്ല, രാവിലെ ഒരു ഇടത്തിരിച്ചില്. അല്ല ഗോപാലേട്ടാ, നമ്മളെ വീട്ടില് നമ്മൾ ഓരോന്നുണ്ടാക്കണ എന്തിനാ? നമുക്ക് വേണ്ടിയല്ലേ?
കിഴക്കൂർത്ത് ഒരു അശോക ചെത്തി നല്ല കൊലയായിട്ട് അങ്ങനെ പൂത്ത് നിന്നിരുന്നതാ. ഇപ്പൊ ഏതാണ്ട് ഷേവ് ചെയ്ത പോലെ ആയിന്നേ. എന്തു പറ്റി? മുഴുവൻ പറിച്ചെടുത്തു. ആര്? ഞാൻ തന്നെ. പിന്നെ നീ എന്തിനാ രാവിലെ മോഹം മുറിപ്പിച്ചിരിക്കണേ? അല്ല, നമ്മളായിട്ട് പറിച്ച് നശിപ്പിക്കുവോ? ഇതാ പഞ്ചായത്ത് ഓഫീസിന് പിന്നിലുള്ള ഏതോ ഒരു തള്ള മരിച്ചു. അവരുടെ കർമ്മത്തിന് പണ്ടാരടങ്ങാൻ പൂ വേണം. കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? മുഴുവൻ അങ്ങോട്ട് പറിച്ചു കൊടുത്തു. ഇനി ചെത്തിപ്പൂവില്ലാണ്ട് ചെത്ത തള്ള ജീവിച്ചു വരണ്ട. ഇതൊക്കെ ഒരു ആവശ്യല്ലേ? അത്യാവശ്യത്തിനുള്ളത് എല്ലാ വീട്ടിലും ആവാം. എല്ലാവർക്കും മുറ്റത്ത് മണ്ണുണ്ട്. ഒരു തുളസി, 2 ചെത്തി, ഒരു ചെമ്പരത്തി ഒന്നും കുഴിച്ചിട്ടാ ഒരു കുഴപ്പമുണ്ടാവില്ല. ഈ നാട്ടിൽ എന്ത് അടിയന്തരം ഉണ്ടായാലും മേലത്തുറി സുധാകരനാര് സഹിക്കണം എന്ന് പറഞ്ഞാ ഇയാളെന്താ എവിടെ കണ്ടിരിഞ്ഞ് കളിക്കണേ? അതെ, ഒരാലോചന. എവിടെയാ വീടെന്ന് പറഞ്ഞേ? ഏർപ്പാള്. അതായത് ഈ പെണ്ണിന്റെ. ഇയാളുടെ കേസൊന്നും നമുക്ക് ശരിയാവില്ല കോലട്ട. ഇതങ്ങനെ അല്ല, കേട്ടിടത്തോളം വലിയ കുഴപ്പമില്ല. അത് നമ്മുടെ മേനോ മാഷിന്റെ ചെറുമോളല്ലേ? അല്ല, പൂ തേങ്ങ. നീ ഇക്കാര്യം പറ. അത് കോലട്ടൻ തീരുമാനിക്കും. ശാന്ത എന്താ ഒന്നും പറയാത്തെ? എന്നാലും അവനൊന്നും ഇവിടെ വന്ന് കണ്ടു പറഞ്ഞൂടെ ഗോപാലേഷണ? എന്തൊക്കെയായാലും ഒരു വയറ്റിൽ പറഞ്ഞല്ലേ. അത് ശാന്തയെ ആലോചിക്കേണ്ടതല്ലേ? നിങ്ങളെ 3 പേരെ ഒരു സ്ഥാനത്തെത്തിക്കാൻ അവൻ പെട്ട പാട് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ഇതൊന്നും ആലോചിക്കാതെ തൻകാര്യം മാത്രം നോക്കിയിരുന്നെങ്കിൽ അവന് നിലയ്ക്കാവോ? അവനിപ്പൊ എങ്ങനെയായിന്നാ ഗോപാലേഷൻ പറയണേ? 1500 ഉറുപ്പ്യ പെൻഷൻ കിട്ടുന്നുണ്ട്. 1.5 ലക്ഷം ഉറുപ്പ്യെങ്കിലും ബാങ്കിലുണ്ട്. ഇരിക്കണ വീടും പറമ്പും 1 ഏക്കറും 30 സെന്റും ഉണ്ട്. ഞാനോ ശിവനോ സുമയോ ഞങ്ങൾ ആരും അതിലൊരു അവകാശം ചോദിച്ചു ചെന്നിട്ടില്ല. അവൻ കഷ്ടപ്പെട്ടതും വളർത്തിയതും ഒക്കെ ഞങ്ങൾക്കറിയാം. അത്ര നന്ദിയില്ലാത്തവരൊന്നും അല്ല ഞങ്ങള്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? അവൻ പെൻഷനായി വന്നിട്ട് 3-4 വർഷമായി. ഒരു കുടുംബമായിട്ട് ജീവിക്കണമെന്ന് അവനുമില്ലേ മോഹം? അമ്മയ്ക്ക് വയസ്സായി. ശാന്ത വേണ്ടേ ഈ വക കാര്യങ്ങളൊക്കെ ആലോചിച്ച് നടത്താൻ? ഞാൻ ആലോചിക്കേണ്ടാണോ? എത്ര ആലോചന ഞാൻ കൊണ്ടുവന്നു, ഒന്നും അവന് പിടിക്കില്ലെന്ന് വെച്ചാ. ഒടുവില് ഗംഗേട്ടന്റെ പെങ്ങളെ വരെ ആലോചിച്ചില്ലേ? ഞാൻ കരഞ്ഞു പറഞ്ഞിട്ടാ ഗംഗേട്ടൻ സമ്മതിച്ചേ. ദേ, എന്റെ ഭർത്താവായതുകൊണ്ട് പറയണല്ല. ഇന്നത്തെ നിലയ്ക്ക് ഗംഗേട്ടന്റെ വീടിന്റെ പടി ചവിട്ടാനുള്ള അർഹതയുണ്ടോ നമുക്ക്? എല്ലാം പറഞ്ഞ് സമ്മതിപ്പിച്ച് അവന്റെ അടുത്ത് പറഞ്ഞപ്പോ എന്താ പറഞ്ഞെന്നറിയോ? ഏടത്തിയുടെ ആ പൂതി മനസ്സിലിരിക്കട്ടെ എന്ന്. മുഖത്ത് അടി കൊണ്ടുപോലെയായി ഗംഗേട്ടന്. ഇത്തിരി കറുത്തൂന്നല്ലാണ്ട് എന്താ അവക്കൊരു കുറവ്? വണ്ണവും ഇത്തിരി കൂടുതലായിരുന്നു. അത് പിന്നെ ഉണ്ണാനും ഉടുക്കാനും ഉള്ളിടത്ത പെൺകുട്ടികൾക്ക് ഇത്തിരി വണ്ണം ഉണ്ടാവും. ആരുടെ കാര്യം പറയണേ? ഏയ്, ഞാൻ നമ്മുടെ ശാരദയുടെ കാര്യം പറയായിരുന്നു. വിഴുങ്ങിയിട്ട് ശ്രദ്ധിക്കണെന്തിനാ? പട്ടിക്ക് പഞ്ചാമൃതം ചേരില്ല. അമ്മേ, ഞാൻ പോണു. എന്നിട്ട് എവിടെന്നാ പോവാല ആലോചന? എടപ്പാളെന്നാ. നടക്കോ? അതിപ്പോ പോയി കണ്ട് അന്വേഷിച്ചാലേ പറയാൻ പറ്റും. അപ്സരസുകൾ ആരെങ്കിലും വേണമെന്നാണല്ലോ മോഹം. നമ്മുടെ കുറവുകൾ നമ്മൾ മനസ്സിലാക്കണം. എന്തേ വെറുതെ കണ്ണി കണ്ടവരുടെ വീട്ടിൽ ചെന്ന് കാപ്പി കുടിച്ച് പോരാന്നല്ലാതെ. ഏതായാലും കുറച്ചു നാളായി നമ്മളെ ഒരു കാര്യം അറിയിക്കണതല്ലേ. ഒരു പരാതി ഉണ്ടാവണ്ട. എനിക്കൊരു പരാതിയില്ല. എനിക്ക് ഇവരാരും വേണ്ട. ഇവരാരെയും കണ്ടുകൊണ്ടല്ല ഞാൻ ജീവിക്കാൻ തുടങ്ങിയത്. എന്നാ ഇവരൊക്കെ എന്നെ കണ്ടിട്ടാ ജീവിച്ചിട്ടുള്ളത്. 16-ാമത്തെ വയസ്സിൽ ഈ തള്ള കെട്ടിത്തുന്ന 2 പൊതി ചോറുമായിട്ട് നമ്മുടെ രണ്ടാളും കൂടെ ഇവിടെ നിന്ന് ഇറങ്ങിയതാ. ഓർമ്മയില്ലേ? EMI എന്ന് വെച്ചാൽ തേങ്ങയാണോ മാങ്ങയാണോ എന്നറിയില്ല. നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടായിരുന്നു ഭാഗ്യ. ഒരു ജീവിതം ഉണ്ടായല്ലോ. പട്ടാളാണെന്ന് അറിഞ്ഞപ്പോഴേ നിങ്ങൾ പറഞ്ഞു വേണ്ട, തിരിച്ചു പോവാന്ന്. പട്ടാളെങ്കിൽ പട്ടാളം, ചിരട്ടയും നാഴിയും പോലത്തെ 2 വളർത്തി വലുതാക്കണ്ടേ? പ്രായം കഴിഞ്ഞ് നിൽക്കുന്ന അവളെ കെട്ടിച്ചയക്കണ്ടേ? 17 കൊല്ലം മഞ്ഞത്തും വെയിലത്തും വെടിയുണ്ടകളുടെ നടുവിലാ ജീവിച്ചേ. ഇപ്പൊ എല്ലാരും ഓരോരോ വഴിക്കായി. ഞാൻ മാത്രം. ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് സുമയുടെ കാര്യത്തില്. അത് ഒരു ദോഷം ഉണ്ടാണെന്ന് വിചാരിച്ചല്ല. നിനക്കിപ്പോ എന്തിനാ കുട്ടികളുടെ ഒക്കെ സഹായം? ശാന്തയും ഗംഗേട്ടനും വരാൻ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. വേണ്ടെന്നേ. എന്തിനാ നോക്കണേ? ബുദ്ധിമുട്ടി അവരാരും വരണ്ട. ഗോപാലേട്ടൻ എന്നോട് പറയണ്ട അവിടെ പോയി പറഞ്ഞതേ തെറ്റ്. നിങ്ങൾ എന്തിനാ അവളുടെ കാല് പിടിക്കാൻ പോണേ? നടക്കൂന്ന് തോന്നിയ ഒരു കേസ്, കാരണവരുടെ സ്ഥാനത്തൊരാളുള്ളത്. അതിന് നിങ്ങളില്ലേ? അത് മതി. എങ്കേട്ടൻ ഇപ്പൊ പഴയ പഞ്ചായത്ത് ക്ലാർക്കൊന്നുമില്ല, കോൺട്രാക്ടറാ. സമയം ഉണ്ടാവില്ല. എന്റെ അളിയനാണെന്ന് പറയാൻ കുറച്ചിലുണ്ടാവും. ആരില്ലെങ്കിലും എനിക്ക് നിങ്ങളും രാധാമണി ഉണ്ടായാൽ മതി. അമ്മേ, അച്ഛൻ ചൂടാവണു. നീയേ ഒരു വിസിറി എടുത്ത് വീശി കൊടുക്ക്, ചൂടാറട്ടെ. ഞാൻ പോയി പറയും. അമ്മ ഞാനും പോരട്ടെ? മോളു, നിന്നോട് പറഞ്ഞിട്ടുണ്ട് പറ്റില്ലാന്ന്. ഇനി അടികൊള്ളു കേട്ടോ. കഴിഞ്ഞില്ലേ നിന്റെ ഒടുക്കത്തൊരു മേക്കപ്പ്? കഴിഞ്ഞു. 1 മണിക്കൂറായിട്ട് വാക്കോട്ട് നോക്കിയിരിക്കുക. ഓ, നീ ചമഞ്ഞാ തന്നെ എത്ര ചമയും.
മോളെ അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് ചീരകൾ എടുത്തുണ്ടോ? ഉം. ആ ചൂടുണ്ടേ നല്ലോണം ആറ്റിട്ട് കൊടുത്താ അതിട്ടാ. ഞാൻ റെഡി. ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചിട്ട് പോവാം. അങ്ങനെ ഇപ്പൊ വെള്ളം കുടിക്കണ്ട. ഹ, വേല മനസ്സിലിരിക്കട്ടെ. വേണ്ട വേണ്ട. ദേ. എന്താണ് ഇവിടെ? പട്ടാളക്കാരനായ ഡിസിപ്ലിൻ മാത്രം പോരാ, ഇത്തിരി ഔചിത്യം ആവാം. സോറി 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 സോറി. ഇതാ വെള്ളം. വെള്ളമൊക്കെ ഒന്ന് തിരിച്ചു വന്നിട്ട്. ഇന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. ആ പെണ്ണ് വീണത് തന്നെ. പോവാം. നമ്മുടെ നൗഷാര ജമ്മു റോഡാണ്. ബാരിപ്പതൻ പാലത്തിന്റെ ഇപ്പുറത്ത് നമ്മള്, തൊട്ടപ്പുറത്ത് ശിവാരിജ മലയാണ്. അവിടെയാണ് ടെററിസ്റ്റുകളുടെ സന്നാഹം. നമ്മുടെ ആർട്ടിലറി മല നിരത്തി അടിക്കാണ്. അവര് മോശമില്ല, പാലം തകർക്കണം. അതാണ് അവരുടെ പ്ലാൻ. പാലം കടന്നു കിട്ടിയാൽ നമ്മൾ അവരെ തരിപ്പടാക്കും. ഫയറിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ഫയറിംഗ് ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല. കമാൻഡിംഗ് ഓഫീസർ ഒരു പഞ്ചാബി, അവർ മിൽഖാ സിംഗ്, അറിയോ? ഇല്ല. പുലിയാണ്, പുലി. മൂവ് ചെയ്യാൻ ഓർഡറായി. പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? ഇൻഫൻട്രിയിൽ ഞങ്ങൾ 7 പേരാ. ചായ. എന്നിട്ട് പാലം കടന്നോ? കടക്കാണ്ടിരിക്കാൻ പറ്റുമോ? തൃശൂർ പൂര നടക്കണം ഞങ്ങൾ വിചാരിച്ചു. വെട്ടിക്കെട്ട്. പറമേക്കാവ് തിരുവമ്പാടി, തിരുവമ്പാടി പറമേക്കാവ്. അതെ, പെണ്ണ് കാണാനല്ലേ നമ്മൾ വന്നത്? അതെ. സോറി, ഞാൻ അങ്ങോട്ട് വിട്ടു. അവൾക്കത് പുതുമയൊന്നുമല്ല. എന്റെ കത്തി കുറെ കേക്കണതല്ലേ. അത് ഞങ്ങള് പട്ടാളക്കാരുടെ കുറ്റൊന്നുമല്ല. പറഞ്ഞാലും തീരാത്ത അനുഭവങ്ങൾ കടന്നു വന്നവരാ അല്ലേ സുധാകരൻ നായരെ? അതെ. ചായ തണുക്കും. ചായ തന്ന ആളോട് ഒരു വാക്കും ഉണ്ടാട്ടോ. സോറി. സുഭദ്ര എന്നല്ലേ പേര്? അല്ല, സുമിത്ര. മറന്നു. സുമിത്ര, ചായ നന്നായിണ്ട്. ഒരു നന്ദി പറഞ്ഞേക്ക് സുമിത്രേ. താങ്ക്സ്. പെൺകുട്ടികളുടെ കല്യാണം ഒരുതരം കുതിരക്കച്ചവടമായിട്ടുണ്ട്. ആ മനസ്സിലായിട്ട് വരുന്നവർക്ക് എന്റെ മോളെ ഞാൻ കൊടുക്കില്ല. എന്റെ മോൾക്ക് കൊടുക്കണ്ട എന്താന്ന് നിശ്ചയിക്കേണ്ടത് ഞാനാ. കച്ചവടക്കാരനല്ലാത്ത ഒരാള് വരാണ്ട് അവളിവിടെ നിന്ന് പോവെങ്കി വേണ്ട. എന്തേ? ഞങ്ങള് കച്ചവടക്കാരാണ്, പെണ്ണുകെട്ട് കച്ചവടമല്ല. ഞങ്ങൾക്ക് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, പെൺകുട്ടി നന്നായിരിക്കണം. എന്റെ കുറവുകള് എനിക്കറിയാം. എന്ത് കുറവ്? പ്രായോ? ആദ്യം ഇത്തിരി ഉള്ളതാ നല്ലത്. 34-ാമത്തെ വയസ്സിലാ ഞാൻ കെട്ടിയത്. പിന്നെ സുധാകരൻ നായർ പറഞ്ഞ പോലെ കാല് നാട്ടുകാര് തല്ലുപിടിച്ചതൊന്നുമല്ലല്ലോ, രാജ്യത്തിന് വേണ്ടി കൊടുത്തതല്ലേ. എന്റെ മോൾക്ക് അതൊരു കുറവായി തോന്നില്ല എന്നാ എന്റെ വിശ്വാസം.